ഏത് സമയവും ഇറാനെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾക്കിടെ വീണ്ടും മുന്നറിയിപ്പുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിൽ എത്തിയില്ല എങ്കിൽ വളരെ മോശം കാര്യങ്ങളാകും ഇറാനെ കാത്തിരിക്കുന്നത്. അടുത്ത 10 ദിവസങ്ങൾ നിർണായകമാണെന്നും യുഎസ് പ്രസിഡന്റ് പറഞ്ഞു. യുദ്ധഭീതി ശക്തമായതോടെ നയതന്ത്ര നീക്കത്തിനൊപ്പം സൈനിക മുന്നൊരുക്കവും അമേരിക്കയും ഇറാനും ശക്തമാക്കി. 50-ലേറെ പോർവിമാനങ്ങൾ പെന്റഗൺ ഗൾഫിലേക്ക് എത്തിച്ചു. ഹോർമുസിൽ നാവിക അഭ്യാസം തുടരുകയാണ് ഇറാൻ. നാളെ റഷ്യയുമായി ചേർന്ന വിപുലമായ അഭ്യാസം നടത്തും. ഈ ആഴ്ച തന്നെ ഇറാനെതിരെ നടപടിയുണ്ടാകുമെന്ന് യുഎസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഘർഷ സാഹചര്യം മുൻനിർത്തി ആഗോള വിപണിയിൽ എണ്ണ സ്വർണ്ണ നിരക്കിൽ വർധന. എണ്ണവില 1.5% മുകളിലേക്ക് കടന്ന വിപിക്ക് $71 മുകളിലെത്തി. MC നാസറുടെ വിവരങ്ങൾ നൽകാനായി. നാസർ, രണ്ടാം ഘട്ട ചർച്ച പൂർത്തിയായതേയുള്ളൂ. അതിൽ ഒരു കരട് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കരട് തയ്യാറാക്കണമെന്ന് ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണയിലെത്തിയിട്ടുമുണ്ട്. അതിനിടെ തന്നെ ഒരു ആക്രമണത്തിനുള്ള ശ്രമമാണോ നടക്കുന്നത്? അങ്ങനെ വിലയിരുത്താമോ? മനീഷ, ഏതാണ്ട് ട്രംപിന്റെ പ്രതികരണം അല്പം മുമ്പാണ് വന്നിരിക്കുന്നത്. ഈ ഗസയിലെ സമാധാന സമിതിയുടെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ചടങ്ങിനിടെയാണ് ട്രംപ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. 10 ദിവസത്തിനുള്ളിൽ ഇറാൻ ഒരു കരാറിലെത്തണം എന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത്. അല്ലാത്ത പ്രശ്നം സ്വാഭാവികമായിട്ടും വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കായിരിക്കും ഇറാൻ പോകുന്നത് എന്ന ഒരു താക്കീത് കൂടി ട്രംപ് നൽകിയിരിക്കുന്നത്. അതിനർത്ഥം ഏതാണ്ട് ഒരു 10 ദിവസത്തിനുള്ളിൽ ഒരു സൈനിക നടപടിക്കുള്ള നീക്കത്തിൽ തന്നെയാണ് അമേരിക്ക ഏർപ്പെട്ടിരിക്കുന്നതെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഒരുപക്ഷെ ഏത് സമയവും ഈ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഇറാനും വളരെ വിപുലമായിട്ടുള്ള സൈനിക അഭ്യാസവും അതോടൊപ്പം തന്നെ മറ്റു മുന്നൊരുക്കങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കാരണം ജനീവ ചർച്ചയോടുകൂടി ഒരു യുദ്ധഭീതി കുറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നിട്ട 24 മണിക്കൂറിനുള്ളിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നത് വളരെ യുദ്ധം ഒരാസന്നമാണ് എന്ന അർത്ഥത്തിലുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് ലോകമാധ്യമങ്ങളൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ട്രംപിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണവും ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 10 ദിവസത്തിനുള്ളിൽ തങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു കരാർ രൂപപ്പെടുത്താൻ ഇറാൻ തയ്യാറായിട്ടില്ല എങ്കിൽ സൈനിക നടപടിയിലേക്ക് നീങ്ങും. ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ ഇപ്പം രണ്ടാമത്തെ ഏറ്റവും വലിയ പടക്കപ്പലായിട്ടുള്ള ജെറാൾഡ് ആർ ഫോർഡ് ഗൾഫിലെത്തും. അതിനുള്ളൊരു സാവകാശം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ 10 ദിവസത്തെ സാവകാശം ഇപ്പോൾ ട്രംപ് തൻ്റെ പ്രതികരണത്തിൻ്റെ ഭാഗമായി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ മേഖലയിൽ വളരെ വലിയ തോതിലുള്ള സൈനിക മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ പിന്നിട്ട ദിവസങ്ങളിലൊക്കെ തുടരുന്നത്. ഇന്നിപ്പോൾ റഷ്യയുമായി ചേർന്നുള്ള നാവികാഭ്യാസം ഇറാൻ നടത്തുകയുണ്ടായി. നാളെയും ഇതുമായി ബന്ധപ്പെട്ട വിപുലമായിട്ടുള്ള അഭ്യാസത്തിനുള്ള ഒരുക്കത്തിലാണ്. ചൈനയും ഈ അഭ്യാസ പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ചൈനയും റഷ്യയും ഒരുപക്ഷെ ഇറാനെതിരായിട്ടുള്ള അമേരിക്കയുടെ ആക്രമണം വരികയാണെങ്കിൽ ഈ 2 രാജ്യങ്ങൾ ഏത് സമീപനം സ്വീകരിക്കും? യുദ്ധത്തിൽ അവർ പ്രത്യക്ഷത്തിൽ പങ്കാളിത്തം വഹിക്കുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളും ബാക്കി നിൽക്കുകയാണ്. അതേസമയം നയതന്ത്ര ദൗത്യം, ഈ പ്രശ്നപരിഹാരത്തിനുള്ള തിരക്കിട്ട നയതന്ത്ര ദൗത്യത്തിലാണ് ഗൾഫ് രാജ്യങ്ങളും തുർക്കിയും ഏർപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അത് എത്ര കണ്ട് വിജയിക്കുമെന്ന് ഈ ഘട്ടത്തിൽ പറയുക ബുദ്ധിമുട്ടാണ്. കാരണം 2003 സദ്ദാം ഹുസൈനെ സ്ഥാനഭ്രഷ്ടനാക്കിയ ശേഷമുള്ള ഏറ്റവും വലിയ തോതിലുള്ള അമേരിക്കൻ പടയൊരുക്കമാണ് ഇപ്പോൾ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 50-ലധികം പോർവിമാനങ്ങൾ ഇപ്പോൾ ജോർദാനിലും മറ്റ് കേന്ദ്രങ്ങളിലും എത്തിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കൂടുതൽ പടക്കപ്പലുകളും മറ്റ് സന്നാഹങ്ങളും അമേരിക്ക വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ നേരിടാനുള്ള തങ്ങളുടേതായിട്ടുള്ള സാധ്യതകൾ പുതിയ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ ഉൾപ്പെടെ ഇറാനും നടത്തിവരുന്നുണ്ട്. പക്ഷേ ഒരു ആക്രമണം എന്നത് പൊടുന്നനെ 1-2 ആക്രമണം നടത്തി പിൻവാങ്ങുന്ന രീതി ആയിരിക്കില്ല. മറിച്ച് ഒരുപക്ഷെ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഒരു ആക്രമണം തന്നെ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് പെന്റഗൺ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വിവിധ അമേരിക്കൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ യുദ്ധഭീതിയെ മറികടക്കാനുള്ള ആക്രമണത്തിലേക്ക് കടക്കരുത് എന്ന നിലപാടാണ് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷെ അതേസമയം തന്നെ ഇസ്രായേലിന്റെ ഒരു സമ്മർദ്ദം അമേരിക്കയ്ക്ക് മുകളിലുണ്ട്. അത് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കൂടിക്കാഴ്ചയിലൂടെയും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇപ്പോൾ നാസർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാന്റെ നാവികാഭ്യാസം പുരോഗമിക്കുന്നുണ്ട്. അതിൽ റഷ്യ കൂടി എത്തുകയാണ്, അല്ലെങ്കിൽ ചൈന കൂടി പിന്തുണ നൽകുന്നുണ്ട്. ഒരുപക്ഷെ ഒരു പ്രത്യക്ഷ ആക്രമണത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഇവർ നേരിട്ട് ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇറാന് പൂർണ്ണ പിന്തുണയുമായി ഇരുവരും എത്തുകയാണെങ്കിൽ അത് സാഹചര്യം എത്ര കണ്ട് സങ്കീർണമാക്കും?
ഒരു വാർഷിക സൈനികാഭ്യാസം എന്ന നിലയിലാണ് ഇപ്പോൾ റഷ്യയും ചൈനയും ഇറാനുമായി ചേർന്നുള്ള ഈ അഭ്യാസത്തെ കാണുന്നത്. നേരെ മറിച്ച് ഒരു അമേരിക്കയുടെ ഒരു ആക്രമണം വരുമ്പോൾ പ്രത്യക്ഷത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഈ രാജ്യങ്ങൾ പങ്കുവയ്ക്കുമോ, അതല്ലെങ്കിൽ സൈനികമായിട്ട് ഇറാനെ അവർ പിന്തുണയ്ക്കുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളിൽ കൃത്യതയിലേക്ക് എത്താൻ സമയമായിട്ടില്ല. ഒരുപക്ഷെ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. കാരണം റഷ്യക്കും ചൈനയ്ക്കുമൊക്കെ ഇറാനിൻ്റെ ഈ സുരക്ഷയിൽ വലിയ താല്പര്യമുണ്ട്. അവർ നേരത്തെ തന്നെ അക്കാര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. കാരണം ഈ മേഖലയിൽ ഒരു അസന്തുലിത അതോടൊപ്പം തന്നെ സുരക്ഷയ്ക്ക് ഭീഷണിയും ഉണ്ടാകുന്ന ഒരു ആക്രമണം ഒരു നിലക്കും തങ്ങൾ പൊറുപ്പിക്കുകയില്ല. അത്തരം നീക്കങ്ങളിൽ നിന്ന് അമേരിക്ക വിട്ടുനിൽക്കണമെന്ന് റഷ്യയും ചൈനയും നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. അപ്പോൾ ഇറാൻ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ തങ്ങളുടെ വലിയൊരു പങ്കാളിക്ക് നേരെയുള്ള ഒരു ആക്രമണമായി കണ്ടുകൊണ്ട് ഈ ചൈനയും റഷ്യയും ഒരു റോൾ എടുക്കുമോ, അതല്ല നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ മാറി നിന്നുകൊണ്ട് അത് ഇറാന്റെ മാത്രം ഒരു പ്രശ്നമായിട്ട് ഈ രാജ്യങ്ങൾ വിലയിരുത്തുമോ എന്നത് ഈ ഘട്ടത്തിൽ പറയുക എളുപ്പമല്ല. ഒരുപക്ഷെ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ പലതും മാറിമറിയുന്ന ഒരു ഘട്ടമുണ്ട്. പ്രത്യേകിച്ച് യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് പടിഞ്ഞാറൻ രാജ്യങ്ങളും അമേരിക്കയുമായി വലിയ എതിർപ്പിലാണ് റഷ്യ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ അവർക്ക് വേണമെങ്കിൽ മറ്റൊരു റോളിലേക്കും അവർ വന്നുകൂടായികയില്ല. പക്ഷേ ഈ നയതന്ത്ര ദൗത്യം അത് വളരെ ശക്തമായി തന്നെ ഖത്തറും ഈജിപ്തും അതോടൊപ്പം തന്നെ തുർക്കിയും സൗദി അറേബ്യയും ഒക്കെ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ട്രംപ് ഇപ്പോൾ നിന്ന് നൽകിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ വ്യക്തമാകുന്നത് അടുത്ത 10 ദിവസത്തിനുള്ളിൽ ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നത് തന്നെയാണ്. അതല്ല എങ്കിൽ ഈ ആണവ കരാറിൽ പൂർണ്ണമായിട്ടും അമേരിക്കൻ ഉപാധികൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ഇറാൻ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരും. അത് ആണവ വിഷയത്തിൽ മാത്രം പരിമിതമാകണമെന്നുമില്ല. നേരത്തെ അനീഷ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിന് വലിയ താല്പര്യങ്ങളുണ്ട്. കാരണം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി പൂർണ്ണമായിട്ടും അത് ലഘൂകരിക്കണം, അത് കുറയ്ക്കണം എന്നത് സംബന്ധിച്ച നിർദ്ദേശവും അമേരിക്കയ്ക്ക് മുമ്പാകെ ഇസ്രായേൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിന്റെ ഒരു താല്പര്യം, ഇസ്രായേലിന്റെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഒരു യുദ്ധത്തിലേക്ക്, സൈനിക നടപടിയിലേക്ക് തന്നെ നീങ്ങാനായിരിക്കും ഒരുപക്ഷെ ട്രംപ് നീങ്ങുന്നതെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ നയതന്ത്ര ദൗത്യത്തിൽ പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്യാൻ ഇറാൻ തയ്യാറാകേണ്ടി വരും. പക്ഷെ ആ വിട്ടുവീഴ്ച ഏത് സ്വഭാവത്തിൽ എന്നതിനെ ആശ്രയിച്ചു നിൽക്കുകയാണ് ഒരുപക്ഷെ ഈ ഗൾഫിൻ്റെ ഈ രാഷ്ട്രീയ ഭാവി, സൈനിക ഭാവി പോലും എന്നതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം. ഒരു നയതന്ത്ര പ്രശ്ന പരിഹാരത്തിനുള്ള ശ്രമം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഒരു യുദ്ധത്തിലേക്ക് കടക്കുമോ എന്നുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നത്. ഏതായാലും 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന്, ഒരു കരട് തയ്യാറാക്കണമെന്നായിരുന്നു ജനീവയിലെ ചർച്ചയിൽ തീരുമാനമായത്. ഇതിപ്പോൾ 10 ദിവസത്തിലുള്ള തീരുമാനമെടുക്കണമെന്ന് ഇറാനോട് US ആവശ്യപ്പെടുകയും ചെയ്യുന്നു. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്.